ഹായ്, ദിസ് ഈസ് എനിക്ക് മീഡിയ ബ്ലോഗ്സ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു മൺസൂൺ വീഡിയോ, അതായത് മഴ പെയ്ത് ഇത് വെള്ളം കയറിയ ഒരു വീഡിയോ ആയിട്ട് വരാൻ പോകുന്നു. എന്നത് ഇതിൽ 2 ദിവസം മഴ പെയ്തപ്പോഴത്തേക്കും വെള്ളം കയറിയ സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. വെള്ളം കയറിയ സ്ഥലത്ത് നമ്മുടെ വീടിൻ്റെ ഭാഗത്തെല്ലാം ഈ കാണുന്നത്. മഴ പെയ്ത് ഇത്ര ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും വാതിൽ നോക്കിയപ്പം നിറയെ വെള്ളം. ഇറങ്ങിയപ്പോഴത്തെ കരയപ്പം വെള്ളം ഉണ്ടായിരുന്നു. കാല് കുത്തി നേരെ അയ്യപ്പൻ വെള്ളത്തിൽ കുത്തിയപ്പോഴത്തേക്കും കിടക്കണ ഒരു ഇഴജന്തു കണ്ടിട്ട് ഒരു എന്താ പറയുക, എന്തോ ഒരു പേര് പറയുമായിരുന്നു, ഇരുതലമൂറി അങ്ങനെ എന്തോ പറയുമല്ലോ. അങ്ങനത്തെ എന്തോ ഒരു സാധനമായിരുന്നു. ഞാൻ അതിനെ തോണ്ടിക്കളഞ്ഞ് 2-3 വട്ടം വന്നത്. അങ്ങനെ 2-3 പ്രാവശ്യം അമ്മ തോണ്ടിക്കളഞ്ഞ്. ഇതിൻ്റെ ഇടയ്ക്ക് അതിനെപ്പറ്റി സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പുറകിലൊന്നും അത്രയ്ക്ക് വലിയ വെള്ളമൊന്നും ഇല്ലായിരുന്നു, കൂടുതലും വാതിക്കലായിരുന്നു വെള്ളം. നമ്മൾ ഈ മഴ പെയ്യുമ്പം നമുക്ക് കൂടുതലും തോന്നുന്നത് മഴയുടെ കൂടെ ഒരു പാട്ടും, അതായത് ദാസേട്ടൻ്റെ ഒരു പാട്ട്, ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനും കൂടെ ഒരു കട്ടൻ ചായയോ പഴംപൊരിയും ബീഫോ ഇതൊക്കെ കഴിക്കാനായിരിക്കും നമുക്ക് തോന്നുന്നത്. നല്ല സുഖമുള്ളൊരു ഏർപ്പാടാണ്. ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ ഇരുന്ന് കഴിക്കണം. മഴയുടെ കൂടെ ഇരുന്ന് ആസ്വദിച്ച് മഴയും കട്ടൻ ചായയും പാട്ടും എല്ലാം കൂടെ ആയിട്ട് സൂപ്പറായിരിക്കും. സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും അത്. ആ ഒരു വൈബ് തന്നെ അന്നേരം കിട്ടും. ഞാനിത് വ്ളോഗാക്കണമെന്ന് കരുതിയതല്ല, ഷോർട്ട് വീഡിയോ ആക്കാമെന്നാണ് കരുതിയത്. ബട്ട് കുറേ നാളായി ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട്. ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് തന്നെ. അപ്പം അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ കാണും. ആദ്യം 1-2-3 പ്രാവശ്യം ട്രയൽ ചെയ്താണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഞാൻ പിന്നീട് അത് തിരുത്തുന്നതായിരിക്കും. ഇതിനു മുമ്പ് ഞങ്ങൾക്കിങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട്. അന്നേരം മീനാണ് വന്നത്. ഇത് ആദ്യമായിട്ടാണ് എന്തോ ഇഴജന്തു എന്തോ ഒരു സാധനം വന്നത്. അതിന് മുമ്പ് മറ്റേ ചേര പോലുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ചെറിയ സാധനങ്ങൾ, മീനുമല്ല, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതെന്തോ ഇഴജന്തു ആണ് സത്യം പറഞ്ഞാൽ. രക്ഷമില്ലാത്ത സാധനമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എപ്പോൾ വന്നേ, എവിടെ നിന്ന് വന്നേ, എങ്ങനെ വന്നെന്നൊന്നും ഒരു പിടിയില്ല. എനിക്ക് സത്യത്തിൽ വോയിസ് ഓവർ ചെയ്യാൻ അറിയത്തില്ല, എന്താ പറയണ്ടേ എന്നൊന്നും അറിയത്തില്ല. പിന്നെ എവിടെ നിന്നൊക്കെയോ കിട്ടുന്നൊരു ധൈര്യവും പറയാൻ കിട്ടുന്ന വാക്കുകൾ, അന്നേരം കിട്ടുന്ന വാക്കുകൾ പറയുകയാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ 4 പൂച്ചകളുണ്ട്.
അവർക്കാണെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെളിയിലോട്ടൊന്നും പോകാൻ പറ്റാത്തതിന് സങ്കടം കാരണം ഇവിടെ കുത്തിയിരിക്കുക. ഇപ്പം എന്തേ മഴ വരുന്നുണ്ട്. ആ ഒരു ആംബിയൻസിലിരുന്നാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. നല്ല രസമുണ്ട്. വീട്ടിലാരും വർത്താനമൊന്നും പറയാനില്ലാത്ത സമയത്ത് ഈ പൂച്ചകളും ഒക്കെ ഉള്ള ഒരു പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് മനസ്സിലാവും. അവരായിട്ട് കളിച്ച് നടക്കുന്നൊരു മൊമെൻറ്റ്സ്, അത് നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് അത്രത്തോളം വലുതായിരിക്കും. അവർ നഷ്ടപ്പെട്ടു പോകുമ്പം അതിൻ്റെ വേദനയും മനസ്സിലാവും. അത് കുറേ അറിഞ്ഞവരാണ് ഈ പെറ്റ്സ് വളർത്തുന്നവർ. അറിഞ്ഞവരായിരിക്കുമല്ലോ. ഞങ്ങളിവിടെ കുറേ എണ്ണങ്ങളുണ്ടായിരുന്നു. ഇത് ഇപ്പം കാണുന്ന വീഡിയോ ഷെഡിൽ വെള്ളം കയറി, ഷെഡിലും വെള്ളം കയറി. ഞങ്ങളുടെ വീടിൻ്റെ എല്ലായിടവും വെള്ളം കയറിയായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ